വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന് 4-5 തിരുവചനം ഒന്ന് വായിക്കാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, നിങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകളൊക്കെ പ്രാർത്ഥിക്കുക. അധിക വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം ചെയ്തു. വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ സംസാരിക്കണം, ദൈവിക ആലോചന നൽകുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിഴപ്പെടുന്ന വചനം വാ തുറക്കുമ്പോൾ ജഡത്തിലൊന്നും വിതയ്ക്കപ്പെടാതെ കർത്താവെ ആത്മാവിൽ വിതയ്ക്കപ്പെടുവാൻ, ആത്മാവിൽ കൊയ്യപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ നല്ല നിലകളെ സ്വർഗം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 30, 60, 100 പേരെ സ്വർഗഫലം നൽകണം. ഈ വചനം കേട്ടുമ്പോൾ കർത്താവെ ബലപ്പെടുവാനും ജീവന സാക്ഷിക്ക് നിർത്തുവാനും സകല സഹായിക്കണം. യേശു ക്രിസ്തു തന്നെ ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ വചനമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4-5 തിരുവചനം. വിശ്വാസ ജീവിതത്തിൽ വന്നത് മുതൽ ഏറ്റവും കൂടുതൽ പക്ഷെ കേട്ടിട്ടുള്ള ഒരു വചനമായിരിക്കും അവൻ ഞാൻ വായിച്ച കുറിവാക്യമെന്നത്. അവൻ ഇവിടെ നോക്കണമേ, പത്രോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പത്രോസ് കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചത് പത്രോസിന്റെ എക്സ്പീരിയൻസിലായിരുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും ലഭിച്ചില്ല. എന്നാൽ യേശുവിന്റെ വാക്കിന് വല ഇറക്കുവാൻ പത്രോസ് തയ്യാറായി. അതായത് പത്രോസിന്റെ പടകിൽ കർത്താവ് യേശു ക്രിസ്തു നിന്ന് പറയുകയാണ്, ആഴത്തിലേക്ക് വല ഇറക്കുക. നാഥ, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു മത്സ്യം പോലും ലഭിച്ചില്ല. എന്തുകൊണ്ടാ പത്രോസെ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും നിന്റെ പടകിൽ ഒരു മത്സ്യം പോലും ലഭിക്കാത്തത്? അവൻ 2 കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ രാത്രികളിൽ അവൻ പത്രോസ് അധ്വാനിച്ചപ്പോൾ അരികിൽ യേശുവില്ലായിരുന്നു. അവൻ പത്രോസിന്റെ അധ്വാനത്തിൽ അവന് ശൂന്യത വന്നത്, അവൻ തകർച്ചകൾ വന്നത്, അവൻ ഒറ്റപ്പെടൽ അനുഭവം വന്നത്, പത്രോസിന്റെ കൂടെ യേശു ഇല്ലായിരുന്നു. അവൻ രണ്ടാമത്തെ കാര്യം, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്നത്, പത്രോസേ, നിന്റെ പടക് ശൂന്യമായത് യേശുവിന് പറയാനുണ്ട്. നിന്റെ പടക് പ്രസംഗ പീഠമാക്കുവാൻ, നിന്റെ പടകിനെ ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നീ കഴിഞ്ഞ രാത്രികളിൽ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും നിനക്ക് ലഭിക്കാത്തത്. ആരോടൊക്കെ വിളിച്ചു പറയുന്നു, ജോലി ചെയ്തിട്ടും ശൂന്യതയുടെ അവസ്ഥ, അവൻ എന്തൊക്കെ ചെയ്തിട്ടും ശൂന്യതയുടെ അവസ്ഥ. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, അവൻ യേശു നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുവാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും യേശു നിന്റെ പടകിനെ, നിന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവൻ ഈ കാര്യങ്ങളൊക്കെയും അവൻ ഞാൻ പ്രസംഗിച്ച കാര്യമാണ്. എന്നാൽ ചെങ്ങറ ദൈവസഭയ്ക്കകത്ത് നൽകിയിരിക്കുന്ന ഒറ്റ പദം ഒബീഡിയൻസ്, അനുസരിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ വാക്കിന് വലയിറക്കുവാൻ അനുസരണ കാണിച്ച പത്രോസ്. ഒരൊറ്റ പദം, അനുസരണം. പത്രോസ് യേശുവിനെ അനുസരിക്കുവാൻ തയ്യാറായി. പത്രോസ് യേശുവിനെ അനുസരിക്കുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ പത്രോസിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു വന്ന് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. അപ്പോൾ പകലാണ്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം മാത്രം ഞാൻ പറയാം. പത്രോസിന്റെ അരികിലേക്ക് യേശു വന്ന് പറയുകയാണ്, ആഴത്തിലേക്ക് വല ഇറക്കുക. പത്രോസ് കാരണം പറയുന്നുണ്ട്, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു മത്സ്യം പോലും ലഭിച്ചില്ല. പിന്നെ ഈ പകൽ വല എറിഞ്ഞാൽ ലഭിക്കത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, പത്രോസ് മുക്കുവനാണ്. പടകും കടലും കണ്ട് ജനിച്ചു വളരപ്പെട്ട വ്യക്തിയാണ് പത്രോസ് എന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ ദൃശ്യമായി നോക്കിയാൽ തച്ചന്റെ മകനാണ്. യേശുവിനെ കടൽ പരിചയമില്ല, വല പരിചയമില്ല, എവിടെ വല ഇറക്കണമെന്ന് പറയുവാൻ അവൻ യേശുവിനില്ല. അവൻ എന്നാൽ നോക്കണമേ, പത്രോസ് തന്റെ അനുഭവത്തിൽ നിന്ന് ഇപ്രകാരം വേണമെങ്കിൽ യേശുവിനോട് പറയാം. അതായത് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്രകാരം പറയാം, യേശുവെ, ആത്മീകമായ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഈ കടലും പടകും അതെന്റെ തൊഴിലാ, അതിനെ വിട്ടേക്ക് എന്ന് പറയാം. എന്നാൽ പത്രോസ് അങ്ങനെ പറഞ്ഞില്ല. നാഥ, അങ്ങയുടെ വാക്കിന്, നാഥ, അങ്ങയുടെ വാക്കിന്. നോക്കണമേ, പത്രോസിന്റെ ബുദ്ധിയെ പത്രോസ് മാറ്റിവെച്ചു. നോക്കണമേ, പത്രോസും യേശുവുമായി വല ഇറക്കുവാൻ പടകിൽ കയറി പോകുമ്പോൾ നാട്ടുകാരൊക്കെ കൂട്ടം കൂടിയിരുന്ന് ചിരിക്കും. നാട്ടുകാരൊക്കെ കൂട്ടം കുടിച്ചിരിക്കും. കാരണം ഒരു വിഡിത്തമാണ് രാവിലെ വലയിറക്കുന്നത്. നമുക്കറിയാം, മത്സ്യം പിടിക്കുന്നതൊക്കെ രാത്രിയാണ്. രാത്രിയിൽ വല വീശുമ്പോൾ മത്സ്യമൊക്കെയും സമുദ്രത്തിന്റെ മുകളിലുണ്ടാകും, കുമ്പളിട്ടുകൊണ്ടിരിക്കും. മത്സ്യം പിടിക്കുന്നതെല്ലാം രാത്രിയില. പകൽ വല എറിയുമ്പോൾ വലയുടെ നിഴൽ തട്ടി
മത്സ്യം ആഴത്തിലേക്ക് പോകും. ഹല്ലേലൂയ. എന്നാൽ അതിനൊന്നും ഒരു മറുപടിയും പറയാതെ നാഥ അങ്ങയുടെ വാക്കിൽ ഞാൻ വലയിറക്കാം, അങ്ങയുടെ വാക്കിൽ ഞാൻ വലയിറക്കാം. പത്രോസ് അവിടെ വലയിറക്കിയപ്പോൾ യേശുവിനെ പത്രോസ് അനുസരിച്ചപ്പോൾ, യേശുവിനെ പത്രോസ് അനുസരിക്കുവാൻ തയ്യാറായി വലയിറക്കിയപ്പോൾ, അവൻ യേശുവിന്റെ വാക്കിന് വില കൊടുത്തപ്പോൾ ആ വലയിൽ ദൈവശക്തി വ്യാപരിപ്പാനിടയായി. അവൻ അവിടെ വായിക്കുന്നു, അവൻ വല കീറാറായി, എന്നാൽ വല കീറിയില്ല. നോക്കണമേ, 2 പടക് നിറയുവാൻ തക്കവണ്ണം അവന്റെ വലയ്ക്കകത്ത് അവൻ യാതൊരു ബലമില്ലെങ്കിലും ആ വലയിൽ സകല മത്സ്യങ്ങളും നിറഞ്ഞിട്ട് ആ വല കീറിപ്പോയില്ല. ഹല്ലേലൂയ. ആ മത്സ്യം നിറഞ്ഞു, ഒരു പടകല്ല 2 പടക് നിറഞ്ഞു. അതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഈ പടക് നിറയുമ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ എന്നെ വിട്ടു പോകണം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. പത്രോസ് വിറയ്ക്കുവാൻ തുടങ്ങി, പത്രോസ് ഭ്രമിക്കുവാൻ തുടങ്ങി. എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, അവൻ എന്റെ മുന്നിൽ നിൽക്കുന്ന ദൈവപുത്രനാണെന്നും ദൈവികതയുണ്ട് എന്നും യേശുവിനെ കണ്ട് പത്രോസ് ഭയപ്പെടുവാനിടയായി. നോക്കണമേ, അതിനകത്ത് വിളിച്ചു പറയാനുള്ള യഥാർത്ഥമായ ഒരു സത്യമുണ്ട്. പത്രോസ് യേശു ക്രിസ്തുവിന്റെ വാക്കനുസരിച്ചപ്പോൾ, പത്രോസിന്റെ വല നിറഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. 10ാമത്തെ വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. അവിടെ പത്രോസിനോട് അവനൊരു കാര്യം, ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു സത്യം, പത്രോസേ നീ എന്റെ വാക്കനുസരിച്ചല്ലോ, നീ എന്റെ വാക്കനുസരിച്ച് നിന്റെ പടക് നിറഞ്ഞല്ലോ, എന്നാൽ നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ വാക്കനുസരിക്കുവാൻ രാജ്യങ്ങളുണ്ടാകും, നിന്റെ വാക്കനുസരിക്കുവാൻ അനേക ജനതകൾ ഉണ്ടാകും. യേശുവിന്റെ വാക്കിന് വില കൊടുത്തപ്പോൾ, യേശുവിന്റെ വാക്കനുസരിച്ചപ്പോൾ പത്രോസിന്റെ ഒറ്റ മെസ്സേജിൽ 3000 പേർ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. പത്രോസിന്റെ മെസ്സേജ് കുത്തുകൊണ്ടിട്ട്, പത്രോസിന്റെ പ്രസംഗം കേട്ട് കുത്തുകൊണ്ടിട്ട് 3000 പേർ സ്നാനപ്പെട്ടു. ഇന്ന് ചെങ്ങറ ദൈവസഭയോട് വിളിച്ചു പറയാം, നാം ദൈവത്തെ അവൻ അറിയുമ്പോൾ, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവിക പദ്ധതിക്കനുസരിച്ച് നാം ചുവടുകൾ വയ്ക്കുമ്പോൾ, നമ്മെ അനുസരിക്കുന്ന, നാം പറയുന്നത് കേൾക്കുന്ന നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ഒരു വലിയൊരു വർദ്ധനവ് കൂടുമ്പോൾ, അതിന്റെയൊക്കെ പിന്നിൽ അവൻ ഓരോ വ്യക്തികളുടെയും പേര് പറയുവാൻ തക്കവണ്ണം ജീവനുള്ള സാക്ഷിയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ആരാധിക്കുവാൻ തയ്യാറായാൽ, അരയനായ മുക്കുവനായ അവൻ ആരും അറിയാതെ സമുദ്രത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ അവൻ അപ്പോസ്തല ഗണത്തിലേക്ക് സ്വർഗം മാറ്റിയെങ്കിൽ, അവൻ ജീവനുള്ള സാക്ഷിയാക്കി സ്വർഗം മാറ്റിയെങ്കിൽ, നമ്മെയും ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷയ്ക്ക് ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും തകർച്ചകൾ സംഭവിക്കുന്നത് സംഘർഷം വരുമ്പോഴാണ്. ഒന്ന്, പത്രോസിന്റെ പടക് നിറയുമ്പോൾ പത്രോസ് നല്ലൊരു ബിസിനസ്മാൻ ആകാം. 2 പടകാണ് നിറഞ്ഞത്. ഈ മത്സ്യം വച്ചിട്ട് നല്ലതായിട്ട് കാശ് സമ്പാദിക്കാം. എന്നാൽ പത്രോസിന് പറയുകയാണ്, പത്രോസേ നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതിനാണ്. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്, പത്രോസേ നീ പിടിച്ച മത്സ്യം ഏതാനും ചില മണിക്കൂറാകുമ്പോൾ ചത്തുപോകും, പക്ഷേ നീ ഒരു മനുഷ്യനെ പിടിച്ചാൽ, ഹല്ലേലൂയ, നീ ഒരു മനുഷ്യനെ പിടിച്ചാൽ അവൻ എന്നേക്കും നിത്യതയിലുണ്ടാകും. ആ നിത്യതയ്ക്ക് വേണ്ടി അവൻ ജനങ്ങളെ പിടിക്കുവാൻ, മനുഷ്യനെ പിടിക്കുവാൻ അതോറിറ്റിയാണ് പത്രോസിന് നൽകിയത്. ചെങ്ങറ ദൈവസഭയ്ക്കകത്ത് ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യം അനുസരിക്കുക എന്നതാണ്. നമ്മളറിയാം, പത്രോസിന്റെ കാര്യം നാം കേട്ടു. ബൈബിളിലെ 1-2 ഭക്തന്മാരുടെ കാര്യം മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ വൈപ്പിക്ക് വേണ്ടി സമയത്ത് വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. അത് നോക്കണമേ, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കപ്പെട്ട ഭക്തനായ മോശെ. ഹല്ലേലൂയ. അവൻ മുൾപ്പുറപ്പിൽ തീ കത്തുമ്പോൾ ആ തീയുടെ നടുവിൽ ദൈവം ഭക്തനായ മോശയോട് സംസാരിച്ചു. അവൻ പ്രത്യേകത 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ, 40 വർഷം മുൾപ്പുറപ്പിലെ തീ, 40 വർഷം ആടുകളെ വെക്കുന്ന ഹോരേബ്, പിന്നെ 40 വർഷം കനാൻ ദേശത്തിലേക്ക് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ചലിക്കുന്ന ഭക്തനായ മോശ. ഈ ഭക്തനായ മോശയാണെങ്കിലും അവൻ യോസെഫ് ആണെങ്കിലും ഇവരുടെ ജീവിതത്തിനകത്തേക്ക് വഴിത്തിരിവുകളുണ്ട്, മനുഷ്യന്റെ സ്വാധീനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്തനായ മോശയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഭക്തനായ മോശ ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ അവിടുത്തെ ഫറവോൻ നിയമവും ഫറവോൻ രാജാവും ഭക്തനായ മോശയെ ഫറവോനാക്കുവാൻ നോക്കി.
ഹല്ലേലൂയ. അവൻ അതിനുള്ള ആയുധ പരിചയം കൊടുത്തു. നെക്സ്റ്റ് ഒരു ഫറവോന്റെ എല്ലാവിധ അവൻ പഠിപ്പിക്കലും അഭ്യാസവും സകലതും ഭക്തനായ മോശയ്ക്ക് നൽകുവാനിടയായി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു രാജ്യം മുഴുവനും ഭക്തനായ മോശയെ ഒരു ഫറവോനാക്കുവാൻ ശ്രമിച്ചു. അതായത് ഫറവോൻ കഴിഞ്ഞാൽ അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേര് മോശയ്ക്ക് ഉള്ളതുകൊണ്ട് അടുത്ത ഫറവോൻ ആരാ വരേണ്ടത്? മോശയാ വരേണ്ടത്. എന്നാൽ അവിടെ നിന്ന് ഒരു മിസ്രൈമിനെ കൊന്നു. അവിടെ നിന്ന് നാട് വിട്ടോടി യിത്രോയുടെ ഭവനത്തിൽ. യിത്രോയാരാ? ആട് മേയ്ക്കുന്നവന്. അവൻ യിത്രോയ അമ്മായിയപ്പൻ ഭക്തനായ മോശയ്ക്ക് ഒരു വേഷം കൊടുത്തു. എടാ, നീ ആടുകളെ മേയ്ക്കുക. ആടുകളെ മേയ്ക്കുവാൻ ആടിനെ ഇങ്ങനെയൊക്കെയാ മയിക്കേണ്ടെന്ന് പറഞ്ഞ് ഒരു ട്രെയിനിങ് നൽകി. അവൻ യിത്രോ ആരായിരുന്നോ, ഇടയനായിരുന്നോ, അതുപോലെ ഒരു ഇടയനാക്കി മാറ്റി മോശയെ. മനസ്സിലാകുന്നുണ്ടോ? ഫറവോന്റെ കൊട്ടാരത്തിൽ മനുഷ്യൻ ഫറവോനാക്കി മാറ്റുവാൻ നോക്കി. അവൻ മരുഭൂമിയിൽ പോയപ്പോൾ അവിടെ നിന്ന് യിത്രോ മോശയെ ഒരു ഇടയനാക്കുവാൻ നോക്കി. എന്നാൽ 40 വർഷം ആടുകളെ മേച്ചു നടക്കുന്ന ഭക്തനായ മോശയ്ക്ക് മനുഷ്യന്റെ വാക്കുകൾ മാത്രം കേട്ട് പരിചയമുള്ള, മനുഷ്യന്റെ വാക്ക് മാത്രം കേട്ട് അനുസരണമുള്ള അവൻ ഭക്തനായ മോശയ്ക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. ഞാൻ ഈ ആടുകളെ മേച്ച് ഇങ്ങനെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മരുഭൂമിയിൽ എന്റെ ജീവിതം പട്ടുപോകും. എല്ലാം ഇവിടെ അവസാനിക്കും. ഇതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതാ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം അവൻ മോശയോട് ഇറങ്ങി. അവൻ മോശയോട് ഇടപെട്ടു. മോശയോട് സംസാരിച്ചു. ദൈവമേ, ഞാൻ തടിച്ച നാവുള്ള ഒരു മനുഷ്യനല്ലേ, എനിക്ക് പകരം ആരെയെങ്കിലും എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, മോശ പറയുന്നൊരു കാര്യമുണ്ട്. മോശ, ഞാൻ നിന്നെയാ കണ്ടിട്ടുള്ളത്. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായ മോശ, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ അന്ന് അയക്കരുത് എന്ന് പറഞ്ഞ മോശ, അവൻ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ മോശയുടെ പിന്നിൽ ജനലക്ഷങ്ങൾ കടന്നു വന്നുവെങ്കിൽ, ജനലക്ഷങ്ങൾ അവൻ മോശയുടെ വാക്കിന് പ്രാധാന്യം നൽകിയെങ്കിൽ, ജനലക്ഷങ്ങൾ മോശയുടെ വാക്കിന് ചെങ്കട തുറക്കുന്നത് കണ്ടുവെങ്കിൽ, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവർ അനുഭവിച്ചുവെങ്കിൽ, അവൻ മോശയ്ക്ക് പറയുവാൻ ഒരേ ഒരു കാര്യമുള്ളൂ. അതെ, ഞാൻ എന്റെ സർവശക്തനായ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചു. ഞാൻ എന്റെ സർവശക്തനായ ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ തയ്യാറായി. കത്തുന്ന മുൾപ്പടർപ്പിൽ ഭക്തനായ മോശ നിൽക്കുമ്പോൾ മോശയോട് പറയുന്നു, മോശ, നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടുക. അവൻ കയ്യില് വടിയെടുത്ത് നിലത്തിട്ടപ്പോ വള്ളം ചുറ്റി നിൽക്കുന്നൊരു പാമ്പായി. മാർഗരറ്റ് ആന്റിന്റെ വീട്ടിൽ ഞങ്ങള് വിസിറ്റ് പോയപ്പോ ആന്റി പറഞ്ഞു, പുറകിലൊക്കെ പാമ്പുണ്ട് പാസ്റ്ററെ, നായ അടയ്ക്കാനായിട്ട് പേടിയ, പാമ്പിനെ വല്ലാത്ത പേടിയ. പാമ്പിന് പേടിയില്ലെന്നാലുണ്ടോ? പാസ്റ്ററാണെങ്കിൽ എനിക്ക് പേടിയ. ഹല്ലേലൂയ, നമുക്ക് പേടിയ. അവൻ മോശ ഈ പാമ്പിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടുകയാണ്, ജീവനെ രക്ഷിക്കാൻ ഓടുകയാണ്. ഓടുന്ന മോശയോട് ദൈവം ഇടപെടുവാൻ തുടങ്ങി. ആമേൻ. മിസ്രൈം വിട്ട് ഓടിയവനല്ലേ മോശയെ? നീ കട്ടള കണ്ട് ഓടിയതല്ലേ? നീ ഇനി ഓടാനുള്ളവനല്ല. നീ തിരിച്ചു നടക്ക്. ഭക്തനായ മോശയുടെ ജീവിതത്തെ അവിടെ തിരിക്കുകയാ. അവൻ നീ എവിടെയാണോ വളം ചുറ്റി മുമ്പ് നിൽക്കുന്ന പാമ്പ്, അവൻ മനുഷ്യനെ ചതിച്ച പാമ്പ്, അവൻ മനുഷ്യന്റെ പാപത്തിലേക്ക് വീഴ്ചയ്ക്ക് കാരണമായ പാമ്പ്, ആ പാമ്പിനെ നീ കൈ കൊണ്ടെടുക്കുക. പാമ്പിനെ ഭയമുണ്ടെങ്കിലും ദൈവത്തിന്റെ വാക്കുള്ളത് കൊണ്ട് അവൻ ആ പാമ്പിനെ കൈ കൊണ്ടെടുത്തപ്പോൾ പാമ്പ് വടിയായി മാറി. ഇത് ഞാനൊരു ദേവാലയത്തിൽ വിളിച്ചു പറയാം, നമുക്ക് എതിർക്കുന്ന ശത്രുവിനെ കണ്ട് ഓടുവാനല്ല. ഒരു ഗോലിയാത്ത് മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ ഓർത്തോ, നിന്റെ വാക്തത്വത്തിന്റെ വാതിലാണ്. നിനക്ക് മുൻപിൽ ശത്രു ഭാവമായിട്ട് നിൽക്കുന്നു, അവയെ പിടിക്കുക. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. ചില നിയോഗത്തിന്റെയോ അവൻ അധികാരം അവൻ ആ പാമ്പിനെ കൈ കൊണ്ടെടുത്തപ്പോൾ വടിയായി. മോശ അറിഞ്ഞിരുന്നില്ല അവൻ ഈ വടി കൊണ്ട് നയുന്നതിയെ തൊട്ടാൽ നയുന്നത് രക്തക്കളമാകുമെന്ന്. അവൻ ഈ വടി കൊണ്ട് അവൻ സമുദ്രത്തിന് നേരെ നീട്ടിയാൽ അത് ചെങ്കട പാവയാകുമെന്ന് ഭക്തനായ മോശയ്ക്ക് അറിയത്തില്ല. ഒന്ന് ചെങ്കട ദൈവസഭയെ വിളിച്ചു പറയാം. നാം ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ദൈവസഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ അറിയാത്ത ചില അധികാരം, നീ അറിയാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ്. നീ അറിയാതെ ചില ശത്രുവിന്റെ കോട്ടകെട്ടുകളെ ദൈവം നശിപ്പിക്കുകയാണ്. അവൻ എലീശയുടെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയതുപോലെ, കോടാനുകോടി ദൂത സൈന്യത്തെ കണ്ടതുപോലെ അവൻ തലമുറയുടെ മേൽ, കുടുംബത്തിന്റെ
മേൽ, സഭയുടെ മേൽ ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, ഭക്തനായ ഏലിയാവിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, ഭക്തനായ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ജീവരക്ഷയ്ക്ക് കെരീത് തോട്ടിൽ ഒളിച്ചിൽ താമസിച്ചുകൊണ്ട്, കെരീത് തോട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ഏലിയാവിന് വിശക്കുന്നുണ്ട്. ഏലിയാവിന് വിശക്കുമ്പോൾ ഏലിയാവിനെ കൊല്ലുവാൻ പടനായകന്മാർ ആയുധവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ, ഏലിയാവ് ഇവിടെ നോക്കി നടക്കുമ്പോൾ പടനായകന്മാരുടെ തലയ്ക്ക് മുകളിൽ കാക്ക പറന്നു പോവുക. പടനായകന്മാരുടെ തലയ്ക്ക് മുകളിൽ കാക്ക അപ്പവും ഇറച്ചിയുമായി ഭക്തനായി ഏലിയാവിന്റെ അരികിലേക്ക് പോകുക. ഇന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഏലിയാവിരിക്കുന്ന കേവ്, ഏലിയാവിരിക്കുന്ന അവൻ വിശപ്പ്, ഏലിയാവിരിക്കുന്ന കഷ്ടത ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ അറിയത്തില്ലെങ്കിലും അവൻ ശത്രുക്കളുടെ തലയ്ക്കുമെങ്കിലൂടെ കാക്കയെ ദൈവം അയച്ചുവെങ്കിൽ അവർ ദൈവാലയങ്ങൾ വിളിച്ചു പറയാൻ, ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവം നിന്നെ വളർത്തുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവിക പദ്ധതിക്കനുസരിച്ച് നീ ചലിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മന്നയ്ക്കെതിരെ എത്ര ശത്രുക്കൾ നിന്നാലും, നിന്നെ കൊല്ലുവാൻ നോക്കിയാലും, ദൈവം അയക്കുന്ന കാക്ക, ദൈവം അയക്കുന്ന നന്മ നിന്റെ അരികിലേക്ക് എത്തിയിരിക്കും. അവിടെ നിന്ന് ഏലിയാവ് കാക്ക അയക്കുന്ന ഭക്ഷണം, കാക്കയുടെ ബൈബിള് ട്രാൻസ്ലേറ്റ് ഈഗിൾ എന്ന പക്ഷിയാണ്. കാക്ക വൃത്തിയില്ലാത്ത ഒരു പക്ഷിയാണ്. കാക്കയുടെ ചുണ്ടിലേക്ക് കൊടുക്കത്തില്ല. ഈഗിൾ ഒരു പറവ, ഒരു പക്ഷി എന്നാണ് പറയപ്പെടുന്നത്. അത് എന്താ ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ ചുണ്ടിൽ വരുന്ന ചെറിയൊരു അപ്പം ഇറച്ചി, ചിന്തിക്കേണ്ടതേ ഉള്ളൂ. ഇതെല്ലാം കഴിച്ച് ഭക്തനായ ഏലിയാവ് അവിടെ കിടക്കുമ്പോ താടി രോമമൊക്കെ നന്നായിട്ട് വളർന്ന് ഒരു വികൃതനായി വല്ലാണ്ട് വിശന്നിരിക്കുമ്പോൾ ഏലിയാവ് നോക്കുന്നുണ്ട്, കേരി തോട്ടിൽ വെള്ളം പറ്റി, പ്രകൃതി നൽകിയ ഉറവ പറ്റിപ്പോയി. കാക്കയെ നോക്കി കാക്കയുടെ വരവ് നിന്നു. കാക്ക വരുന്നില്ല, കാക്കയുടെ വരവ് നിന്നു. ആ സമയത്ത് ദൈവം വെളിപ്പെടുകയാണ്. ദൈവം പറഞ്ഞു, ഏലിയാവേ, സെരഭാത്തിലെ വിധവയുടെ ഭവനം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അവൻ പ്രകൃതി നൽകിയ ഉറവ വറ്റുന്നതിന് മുമ്പ് തന്നെ, കാക്കയുടെ വരവ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ദൈവ സെരാഭാത്തിലെ വിധവയുടെ ഭവനം കരുതി. ഹല്ലേലൂയ. അവൻ ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ചില ശൂന്യതകൾ കണ്ടറിഞ്ഞ് നിരാശപ്പെടുന്നത്, ചില പ്രകൃതി നൽകിയ ഉറവകൾ വറ്റിയത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അവൻ കാക്കയുടെ വരവ് അവൻ നിൽക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലേ? അവൻ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. നിനക്ക് വേണ്ടി ദൈവം ഒരു സരാഭാത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഭവനത്തിനകത്ത് ഏലിയാവ് കാൽ ചവിട്ടിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് രണ്ടുറവെ ദൈവം തുറന്നു. ഭരണിയിലെ മാവ്, കലത്തിലെ എണ്ണ. ഹല്ലേലൂയ. അവൻ അത് ഒരിക്കലും വറ്റിയില്ല. നോക്കണമേ, പ്രകൃതി നൽകിയ ഉറവ അടഞ്ഞാലും, കാക്കയുടെ വരവ് നിന്നാലും, സരാവഹത്തിലെ വിധവയുടെ ഭവനത്തിനകത്തുള്ള ഉറവകൾ വർദ്ധിച്ചു. ഇതിനകത്ത് അനുസരണയോടുള്ള ബന്ധത്തിൽ ഞാൻ രണ്ട് കാര്യം പറയാം. ഭക്തനായ ഏലിയാവിനെ കെരീത് തോട്ടിലും കരുതലുണ്ടായിരുന്നു. സാധ്യതയില്ലാത്ത സരാഭാത്തിലെ വിധവയുടെ ഭവനത്തിനകത്തും ദൈവിക കരുതലുണ്ടായിരുന്നു. ഇത് രണ്ടും ദൈവത്തിന്റെ ആലോചനയാണ്. ഇത് രണ്ടും ദൈവം ശബ്ദം കേട്ടിട്ട് കെരീത് തോട്ടിൽ താമസിച്ചു. അവൻ ദൈവ ശബ്ദം കേട്ടിട്ട് സരാഭാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് താമസിച്ചു. എന്നാൽ ഇസ്സബേലിന്റെ ശക്തി വന്നപ്പോൾ അവൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ, അവൻ ദൈവ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാതെ, അവിടെ നിന്ന് ഭയം കൊണ്ട് ഭക്തനായ ഏലിയാവ് ഓടുകയാ. അവിടെ നിന്ന് ഭയം കൊണ്ട് ഏലിയാവ് ഓടുകയാ. രാജാവിനോട് സംസാരിച്ച മനുഷ്യൻ, വളരെ ധൈര്യത്തോടു കൂടെ ഇടപെട്ട മനുഷ്യൻ, അവിടെ നിന്ന് ഏലിയാവ് വിറയ്ക്കുകയാ. ഏലിയാവ് അവിടെ നിന്ന് പറയുക, ഒന്ന് രാജാക്കന്മാർ 19:4, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ വചനം ഓർമ്മപ്പെട്ടു. നോക്കണമേ, എന്തുകൊണ്ടാ ഏലിയാവ് വിലപിക്കാൻ കാരണം? എന്തുകൊണ്ടാ ഏലിയാവ് നിലവിളിക്കുവാൻ കാരണം? ഏലിയാവേ, നീ ഇരിക്കുന്ന കെരീത് ദൈവത്തിന്റെ പദ്ധതിയാ. നീ ഇരുന്ന സരാഭാത്തിലെ വിധവയുടെ ഭവനം ദൈവത്തിന്റെ പദ്ധതിയാ. എന്നാൽ നീ ഇന്നിരിക്കുന്ന ചൂരച്ചെടിയുടെ തണലെന്നത് അതൊരിക്കലും ദൈവത്തിന്റെ പദ്ധതിയല്ല. നീ മരുഭൂമിയിൽ പട്ടുപോകുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. നിന്നെ കുറിച്ചുള്ള പദ്ധതി വലുതാണ്. അതിനുവേണ്ടി അവൻ ദൈവ ശബ്ദം കേൾക്കുവാൻ തയ്യാറായില്ലെങ്കിലും ദൈവം അവിടെ ഒരു ദൂതനെ അയച്ചു. അവൻ ഏലിയാവിനെ തട്ടി ഉയർത്തി മുന്നോട്ട് നടത്തിയെങ്കിൽ ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു, ഇനി മുന്നോട്ട് യാതൊന്നുമില്ലെന്ന്. പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ അയച്ചില്ലേ? നിനക്ക് വേണ്ടി ദൈവം ഒരു ദൈവദാസനെ അയച്ചില്ലേ? നിനക്ക് വേണ്ടി
പ്രതീക്ഷകൾ അപ്പടിച്ച പ്രായത്ത് നീ ഇന്ന് ജീവനോടുകൂടി ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നാം ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചില ദുർവനെ അയച്ചതുകൊണ്ട്, ചില ദൈവദാസന്മാർ നമ്മുടെ വീടിന്റെ പടി ചവിട്ടിയത് കൊണ്ട്, അവൻ ചിലർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട്, ചിലർ നമുക്ക് വേണ്ടി ഇടപെടുന്നത് കൊണ്ട്, അവൻ നാം അറിയാത്ത ചില കഷ്ടതകൾ, നാം അറിയാത്ത ചില മരണത്തിന്റെ പടികൾ സകലത്തെ മാറ്റിയത് ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, അവൻ അവിടെ നിന്ന് ചൂടച്ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാനല്ല ദൈവം ആഗ്രഹിച്ചിരുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം ഏലിയാവ് മനസ്സിലാക്കിയിരുന്നില്ല. ദൈവത്തിന് ഏലിയാവിനെ കൊണ്ട് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു, മുന്നോട്ടുള്ള ശക്തമായ ശുശ്രൂഷ. ആ ശുശ്രൂഷ ഭക്തനായി ഏലിയാവ് ചെയ്തു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട യോന, അവൻ യോനയുടെ ദൈവത്തിന്റെ ആലോചന എന്നത് നിനവേലേക്ക് പ്രസംഗിക്കുക, നിനവിൽ പ്രസംഗിക്കുക, നിനവേലേക്ക് പോയി പ്രസംഗിക്കുക എന്നൊരു ആലോചന കേട്ടിട്ട് അതനുസരിക്കാതെ അവൻ അവന്റെ ബുദ്ധി കൊണ്ട് തർശീശിലേക്ക് പോകുവാനിടയായി. നിനവയിലേക്ക് പോയി പ്രസംഗിക്കണമെന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടും തർശീശിലേക്ക് പോയപ്പോൾ മനുഷ്യരാണെങ്കിൽ പറഞ്ഞേനെ, എടാ അവൻ പോകുന്നെങ്കിൽ പോകട്ടെ, യോനയ്ക്ക് പകരം എനിക്ക് 10 യോന കിട്ടും. അവൻ അതല്ല നാം സേവിക്കുന്ന ദൈവം. യോന തർശീശിലേക്ക് പോയാലും അതേ യോനയെ തെരഞ്ഞു പിടിച്ച് അതേ യോനയെ നിലവേൽ കൊണ്ട് പ്രസംഗിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് യോനയ്ക്ക് പകരം ദൈവം വേറെ ഒരു യോനയെ കണ്ടെത്തിയില്ല. മോശയ്ക്ക് പകരം ദൈവം വേറൊരു മോശയെ തിരഞ്ഞെടുത്തില്ല. ഏലിയാവിന് പകരം ദൈവം മറ്റൊരുവനെ തിരഞ്ഞെടുത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ഒരുവനെ തേടി വരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അവൻ യോനയോട് നിനവേൽ പ്രസംഗിക്കുവാൻ പറഞ്ഞു. നിനവേലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് എന്താണ് ദൈവത്തിന്റെ ആലോചനമല്ലേ, അവൻ ഈ ഒരു പട്ടണത്തിൽ, ഈ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് അവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് മാറി നിന്ന് യോന അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ രാജസന്നിധി രാജാവ് ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് നീ ഒരു പരസ്യയോഗം നടത്തിയാൽ, ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് നീ ഒരു മുറ്റത്തെ കൺവെൻഷൻ നടത്താൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് നീ ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്തുവാൻ തയ്യാറാണെങ്കിൽ നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം ആ ദേശത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മനുഷ്യഹിതമായിട്ടല്ല ദൈവഹിതമായിട്ടാണ് നിലവിലേക്ക് അവൻ യോന പോയത്. യോന പോയി പ്രസംഗിച്ചപ്പോൾ രാജ്യത്തിലെ രാജാവ് എഴുന്നേറ്റ് രട്ടെടുത്ത് ഉപവസിച്ചു. മൃഗത്തിന് പോലും വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞ് ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. ആ ഉപവാസത്തിൽ സകലരും മാനസാന്തരപ്പെട്ടു. ആ ഉപവാസത്തിൽ ദൈവം നിനവയോട് കരുണ അവൻ കാണിച്ചു. നോക്കണമേ, അതിനൊക്കെ ഉപയോഗിക്കപ്പെട്ടത് അവൻ പിന്മാറ്റക്കാരനായ തർശീശിലേക്ക് ഓടുവാനിരുന്ന അവൻ യോനയെ കൊണ്ടുവന്ന് ദൈവം നിനവയിൽ പ്രസംഗിപ്പിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവൻ പത്രോസിന്റെ അവൻ ആ ഒരു കാര്യത്തിലേക്ക് കടന്നു വരിക. അതോട് പറഞ്ഞ് അവൻ നമ്മുടെ വൈപ്പിക്കേണ്ട സമയത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നോക്കണമേ, അവൻ പടക് വല സകലത്തെ ഉപേക്ഷിച്ചിട്ട് പോയ അവൻ പത്രോസ് അവൻ തിബിരിയാസ് കടക്കരയിൽ വീണ്ടും കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ശേഷം അവൻ വീണ്ടും അതേ പടക് അതേ വല എല്ലാം തിരിച്ചെടുത്ത് വീണ്ടും പോയി വല വീശുമ്പോൾ ഒരു മത്സ്യം പോലും ലഭിക്കുന്നില്ല. എന്നാൽ അവിടെ തേടി വരുന്ന യേശു. ഹല്ലേലൂയ. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? വീണ്ടും പറഞ്ഞു, അതേ കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നു? ഒരു വ്യക്തി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്. യേശു നമ്മൾ ചോദിക്കുമ്പോൾ, മൂന്നാമത് ചോദിക്കുമ്പോൾ പത്രോസിന്റെ ഹൃദയത്തിൽ കുത്തി. പത്രോസ് ചിന്തിച്ചു. ഞാൻ ഡ്രൈവിംഗ് പറഞ്ഞത് ആ സമയം നമ്മൾ നിർത്തും. മൂന്നാമത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ബ്രേക്ക് പിടിച്ചത് നിർത്തും, ഹാൻഡ് ബ്രേക്ക് ഇടും. പത്രോസ് മുഴുവനായിട്ട് പിന്തിരിഞ്ഞ് നോക്കി. അതെ, യേശു ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അരിമനാഥന്റെ പ്രാണവേദന അറിയാതെ ഞാൻ കിടന്നുറങ്ങി. എനിക്ക് വലിയൊരു നിയോഗം എന്റെ യേശു തന്നതാണ്, മനുഷ്യനെ പിടിക്കുന്നവരാക്കാമെന്ന്. ഞാൻ ആ നിയോഗത്തെ മാറ്റി ഞാൻ വീണ്ടും ഉപേക്ഷിക്കപ്പെട്ട പടക് വല സകലത്തെയും എടുത്തു. അവിടെ നിന്ന് സറണ്ടറായി. ഹല്ലേലൂയ. അതിനുശേഷം സഭയുടെ താക്കോൽ നൽകി. ചെങ്ങർ ദൈവസഭയോട് വിളിച്ചു പറയാം, എത്രയോ പ്രാവശ്യം പിന്മാറി പോകുവാൻ ചിന്തിച്ചു.
എത്രയോ പ്രാവശ്യം വിശ്വാസ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിൽ തീരുമാനമെടുത്തു. എത്രയോ പ്രാവശ്യം ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു. എന്നാൽ യേശുവിന്റെ സ്നേഹം എന്നെയും നിങ്ങളെയും തേടി വന്നതുകൊണ്ട്, യേശുവിന്റെ സ്നേഹം എന്നെയും നിങ്ങളെ തേടി വന്നതുകൊണ്ടാണ് ഇത് ചെങ്ങറ സഭയ്ക്കകത്ത് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കോട്ടേജ് പറ്റി ഞാൻ പറഞ്ഞു, യേശുവിന്റെ സ്നേഹമാണ് ഇത് ചെങ്ങറ ദൈവസഭയിൽ നിർത്തിയിരിക്കുന്നത്. അവൻ ഈ ശുശ്രൂഷ അവൻ തൽക്കാലം ബ്രേക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാമെന്ന് കരുതിയെ എന്നെ ഈ സഭയ്ക്കകത്ത് നിർത്തിയിരിക്കുന്നതെങ്കിൽ അവൻ യേശു എന്നെ തേടി വന്നതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ജീവനുള്ള സാക്ഷിയായി ജീവനോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ, ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മാത്രമേ. നമുക്കൊരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? പദ്ധതിക്ക് വേണ്ടി അവൻ ചെവി കൊടുക്കുവാൻ, ദൈവശബ്ദം കേട്ടനുസരിക്കുവാൻ, കർത്താവേ ദൈവമഹത്വത്തിന് വേണ്ടി അവൻ ഒരുമിച്ച് കൂട്ടമായി പ്രവർത്തിക്കാൻ സഹായിക്കണം. ഈ സഭയുടെ മുന്നോട്ടുള്ള പണികൾക്കായി
കർത്താവെ ആത്മികമായ വളർച്ചയ്ക്കായി പരസ്പര കൈത്താങ്ങലുകൾ കൊടുക്കുവാൻ സ്വർഗ്ഗകർത്താവ് ചെങ്ങർ ദൈവസഭയെ അവൻ അനുഗ്രഹിക്കണമേ. ദൈവ ശബ്ദം കേട്ട് ഒരുപോലെ ചുവട് വയ്ക്കുവാൻ ഓരോ കുടുംബങ്ങളെയും തലമുറകളെ സ്വന്തമായിരിക്കണം. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സകല കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഉന്നയിക്കണം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. എല്ലാവരും ദൈവം സഹകരിക്കാൻ വൈപ്പിന്റെ സമയമാണ്. വൈപ്പിക്കായി സമയത്തെ വേദനിക്കും.